ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. പ്രിയ ദൈവമക്കളെ, കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കഴിഞ്ഞിട്ടുള്ള ഇന്ന് 24-ാം ഞായറാണ്ടുവട്ടത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കുരിശിൻ്റെ വലിയ പ്രകാശം, സോ ലൂമിനസ് ഈസ് ദ ക്രോസ്. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രകാശം വിശുദ്ധ കുരിശിനുണ്ടെന്ന് നമ്മൾ ധ്യാനിച്ചെടുക്കുക. ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മൾ അനുഭവിക്കുക. ഞാനൊക്കെ ഒരു കുടുംബം, ഒരു സാമ്പത്തികമായിട്ടൊന്നും വലിയ കുഴപ്പമുള്ള കുടുംബമൊന്നുമല്ല. അപ്പന് രോഗമിട, ഹാർട്ട് അങ്ങനത്തെ രോഗം. അമ്മ ക്യാൻസർ രോഗിയാണ്. 2 പെൺകൊച്ചുങ്ങളോ മറ്റോ, 2 പേരും കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരാൾ ശരിക്കും ക്യാൻസറസ് ആയിട്ട് അഫക്റ്റഡ് ആണ്, വേറൊരാൾക്ക് സംശയമാണ് ക്യാൻസർ ആണെന്ന്. ഇവകൾ ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു? എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരു ഗെയിം ഉണ്ടായി, വടിയെ കുത്തിച്ചാടുന്നൊരു പരിപാടിയല്ലേ, അങ്ങനെ ഒരു വളഞ്ഞു വരുന്ന വടിയിൽ എന്നാ എനിക്കറിയില്ല ഒരു പേര് എന്ന് പറഞ്ഞാൽ കുരിശെ കുത്തിച്ചാടുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ശരിക്കും അത്ഭുതപ്പെടാറുണ്ട്. അവരുടെ ധൈര്യവും അവരുടെ ഒരു വിശ്വാസവും ഇടയ്ക്ക് തളരുന്നുണ്ട് കേട്ടോ, ഇടയ്ക്ക് തളരുന്നുണ്ട്. ഒരു വിഷമവും പ്രയാസവും ഭയവും ഒക്കെ വരും. കാരണം ഇങ്ങനെ അസുഖമെല്ലാം മാറിയെന്ന് വേഗം പെട്ടെന്ന് അവിടെ തടിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു വേദന പോലെ വരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങൾ കണ്ട് മനുഷ്യർ മുന്നോട്ട് പോവുക. ദൈവങ്ങൾ ജീവിതത്തിൽ ഓരോ കഴിഞ്ഞ ദിവസം വേറൊരു സംഭവമുണ്ട്, ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു പൈലറ്റിൻ്റെ അമ്മയാണ്, ഇവൻ പൈലറ്റാണ് മകൻ. അച്ഛാ അവൻ ഈയിടെയായിട്ട് ഭയമാണ്. ഞാൻ എന്നും ഓർക്കാറുണ്ട്, ഫ്ലൈറ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുകയും ദൈവമേ ഈ പൈലറ്റിനൊക്കെ എന്തുമാത്രം ധൈര്യം കാണും. കാരണം ഇത്രയും മനുഷ്യരെ വെച്ചുകൊണ്ട് ഈ ഫ്ലൈറ്റും പൊക്കി കൊണ്ടുപോയി അടുത്ത എയർപോർട്ടിൽ കൊണ്ട് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഇന്നലെ അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ദൈവമേ ഈ പയ്യൻ അനുഭവിക്കുന്നൊരു സ്ട്രെസ് ഇല്ലേ, ഇത്രയും പേരുടെ ജീവന്. പക്ഷേ അമ്മയുടെ പ്രാർത്ഥനകളും അമ്മ ബലപ്പെടുത്തുക. ദൈവമക്കളെ ജീവിതം മുഴുവൻ്റെ പരിശീലന കളരിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോൾ കൊച്ചുങ്ങൾ IAS-നും IPS-നും ഒക്കെ ട്രെയിൻ ചെയ്യാറില്ല. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെഡിസിന് പഠിക്കുന്നവർ അവർ ആ എൻട്രൻസ് എക്സാമിന് അല്ലെ എഞ്ചിനീയറിങ്ങിന് എൻട്രൻസ് എക്സാം ഒരുങ്ങുന്നില്ലേ? മക്കളെ ഇതുപോലെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരുക്കമാണ് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ? നീ ഏറ്റെടുക്കാൻ പോകുന്ന പ്രൊഫഷൻ അനുസരിച്ച്. ഒരു ദൈവവേദന എന്നോട് പറയായിരുന്നു, നിങ്ങൾ അച്ഛന്മാർ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു വിശ്വാസവും നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിബദ്ധതയും സഭയോടുള്ള പ്രതിബദ്ധതയും ഒക്കെ, ഞാൻ ഈ മനുഷ്യൻ സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് വിചാരിക്കുന്നത്. ഞാനൊരു ഉത്തരം കൊടുത്തേക്കിന്, എൻ്റെ ഏട്ടാ മിനിമം 9 കൊല്ലം സെമിനാരി പരിശീലനമാണ്. ചിലപ്പോൾ അത് 11 ആവും, 12 ആവും, 14 ഒക്കെ ആവും. ഈശോ സഭയൊക്കെയാണ് 14 കൊല്ലത്തിനപ്പം പോകുന്നത് എനിക്ക് തോന്നുന്നു. ഈ ഒരു പരിശീലനക്കാലം ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഡിഫിക്കൽറ്റിയും കറക്ഷനും വെട്ടും നിരത്തും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ജീവിതത്തെ മുഴുവൻ ഇതിനപ്പുറത്തുള്ള വാസ്തവം നമ്മൾ ഈ ജീവിതത്തെ നോക്കി ജീവിക്കുക, ഈ ജീവിതത്തിന് നോക്കി ജീവിക്കാനുള്ളല്ലോ. ഇത് നമ്മളെ എഫിഷ്യൻ്റ് ആക്കുക, എംപവർ ചെയ്യുന്നൊരു ജീവിതമാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതൊക്കെ നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദൈവം ഒരു ഉയർന്ന കാര്യത്തിന്, ഉന്നതമായ കാര്യത്തിന് നമ്മൾ ഒരുക്കുന്നതാണെന്നൊക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ? ഒരു ശിഷ്യനെ ഗുരു പഠിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന, അല്ലെങ്കിൽ ടീച്ചിങ് അസ്, ഗുരുവിനെ പോലെ ആകാൻ ശിഷ്യനെ ഒരുക്കുന്നതാണ് ജീവിതം എന്നൊക്കെ. ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളൊന്നും ഒരിക്കലും ഒരു ദുരന്തമല്ല, ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സഹനത്തിലൂടെ വേദനകളിലൂടെ കടന്നുപോയ മനുഷ്യർക്കറിയാം, ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ മൂലധനമാണ്. നീ കടന്നുപോയ വേദനകളും നീ കടന്നുപോയ സങ്കടങ്ങളും നീ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്നെ വളർത്തുന്നു, നിശ്ചയമാണ്. കിട്ടിയ വെട്ടൊക്കെ പൊട്ടിക്കെളുക്കാനായിരുന്നു എന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റിയാൽ 1-2 വചനഭാഗങ്ങൾ, യെശയ്യായുടെ 50-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ സഹനദാസന്റെ കീർത്തനം. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കാതുകൾ തുറന്നു,
എന്നെ കേൾക്കാനായിട്ട് പഠിപ്പിക്കുക. ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പഠിച്ചവന് അവനൊന്നും വിഷയമല്ല. പിന്നീട് അപമാനം കിട്ടിയാലും വേദന കിട്ടിയാലും നിലത്തിരുത്തിയാലും അവനറിയാം ദിസ് എ പ്രോസസ്. ജീവിതത്തിൻ്റെ ഒരു പദ്ധതിയിൽ ഒരു പ്രവർത്തന ചര്യയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതാണ്. എല്ലാം ഒന്നും നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടതൊന്നും അല്ല കേട്ടോ. ഈ ഒരു ലോഹം അടിച്ച് പരത്തിയിട്ട് പിന്നെ അത് വെള്ളത്തിലിടുന്ന കണ്ടിട്ടില്ലേ? പിന്നെ കുറച്ച് നാൾ അത് വെള്ളത്തിൽ കിടന്നിരിക്കും. അല്ലെങ്കിൽ അതിന് കൊത്തിയെടുക്കുന്ന ഒരു കല്ല്, ഇറ്റ് ടേക്സ് ടൈം. പിന്നെ അത് പോളിഷ് ചെയ്ത് കുറച്ച് നാൾ അവിടെ കിടക്കും, പോളിഷ് ചെയ്തൊക്കെ എടുത്തു വരുന്നതാണ്. നമുക്ക് ഇതുപോലെ ദൈവം നമ്മുടെ മേലെ ഒരു സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതം മുഴുവൻ. അങ്ങനെയൊക്കെയാണെങ്കിൽ സൂപ്പർ ഫൈൻ. നമ്മുടെ ജീവിതം എന്ത് മനോഹരമാണ്. നമ്മൾ നന്ദി പറയും. ജീവിതത്തിൽ ഒരു വേദന കിട്ടുമ്പോഴും ഒരു തിയറിയൊക്കെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എത്ര മണിക്കൂറുകൾ എടുക്കും അല്ലേ? സ്കൂളിലെ കാര്യം പറയുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിനും നമ്മൾ എന്തുമാത്രം പെയിൻ കൊടുക്കണം, എന്തുമാത്രം വേദന നമ്മൾ എടുക്കാറുണ്ട് ഒരു സ്ട്രെയിന്. അപ്പോൾ കർത്താവിൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തു. ഐ എം റെഡി. ഫിയാദ് അമ്മ മാതാവ്. നാളെ വ്യാകുല മാതാവിൻ്റെ പെരുന്നാളും കൂടി അല്ല, ഇന്ന് ഓഗസ്റ്റ് 15 അല്ല സെപ്റ്റംബർ 15 മാതാവിൻ്റെ പെരുന്നാളാണ്. വ്യാകുല മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ, മാതാവിൻ്റെ നൊമ്പരങ്ങളെയൊക്കെ ധ്യാനിക്കേണ്ട ദിവസമാണ്. നൊമ്പരങ്ങളൊക്കെ പെരുന്നാളുകളാണ്. നൊമ്പരങ്ങളൊക്കെ പെരുന്നാളുകളാണെന്നൊക്കെ ധ്യാനിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് വേണം. നൊമ്പരങ്ങളെ പെരുന്നാളാക്കുന്ന ഒരു ജീവിതം. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ വലിച്ചു പറിച്ചു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? തോറ്റു തുന്നമ്പാടി നിൽക്കുന്നവൻ്റെ വിജയകീർത്തനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. കാർക്കിച്ച് തുപ്പി അവൻ്റെ മുഖത്ത്. അവൻ്റെ താടിരോമല്ല. ഒരു പ്രവാചകനായിട്ട് ക്രിസ്തുവിനെ വേണമെന്ന് ധ്യാനിക്കാൻ പറ്റുമോ? സഹനദാസന്റെ കീർത്തനോ എന്ന് വെച്ചാൽ ഈശോയെ പറ്റിയുള്ള യെശയ്യായുടെ പ്രവചനം. താടിരോമം വലിച്ചു പറിച്ചു, അവൻ്റെ മുഖത്ത് തുപ്പി, അവന് തലക്കടിച്ചു എന്നൊക്കെ നമ്മൾ സുവിശേഷത്തിൻ്റെ ഒരു മുൻ പ്രവചനമായത്. നമുക്ക് ജീവിതമൊക്കെ ദൈവത്തിൻ്റെ പ്രവചനവും ദൈവത്തിൻ്റെ പ്രവർത്തനവും ഒക്കെ ആണെന്നാണ് നമുക്ക് ആമയം പറയാൻ പറ്റുന്നത്. ഇത്രയൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോവില്ല, ആരോടും വഴക്കുണ്ടാക്കാനും പോകുന്നില്ല. ദൈവം നടത്തുന്ന വഴികളാണ് ജീവിതം മുഴുവൻ എന്നൊക്കെയുള്ള തിരിച്ചറിവ്. സങ്കീർത്തനം 116 നമുക്കിത് തിരുവചന മരണക്കിണി എന്നെ വലയം ചെയ്തു, പാതാളവാശങ്ങൾ എന്നെ ചുറ്റി, ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിച്ചിരിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. അവിടുന്ന് എളിയവരെ കാത്തു പാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മൾ വീഴുന്നെങ്കിലും എഴുന്നേക്കുന്നെങ്കിലും ഒക്കെ ദൈവം നമ്മുടെ കരം ഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള ആ ധ്യാനം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എനിക്ക് ചെവി ചായ്ച്ചു തന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. ഒരു ദൈവബന്ധത്തിൽ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് 9 മാസക്കാലം പുക്കിൾക്കൊടി ബന്ധത്തിലാണ് നിൽക്കുന്നത്. ദൈവവുമായിട്ടുള്ളൊരു പുക്കിൾക്കൊടി ബന്ധത്തിൻ്റെ പേരല്ലേ വിശ്വാസം എന്നൊക്കെ പറയണേ. നിനക്ക് ആവശ്യം വേണ്ട ന്യൂട്രീഷൻ, നിനക്ക് വേണ്ട പോഷകങ്ങൾ, നിനക്ക് വേണ്ട ജീവൻ, നിനക്ക് വേണ്ട ചോര, നിനക്ക് വേണ്ട ഓക്സിജൻ, അത് ഈ പുക്കിൾക്കൊടിയിലൂടെ. കുരിശെന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ പുക്കിൾക്കൊടിയാണെന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമെങ്കിലേ നമ്മൾ പുക്കിൾക്കൊടിയെ സ്നേഹിക്കും. അല്ലെ, അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമല്ലേ ഈ പുക്കിൾക്കൊടി അടയാളമൊക്കെ. ഇതാ യാക്കോബ് സ്ലേഹയുടെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്കുകൾ. വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതെ വരികയും ചെയ്യുന്ന എന്താ? നമ്മുടെ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്ന. സുവിശേഷത്തിൽ ഈശോ കേസറിയ ഫിലിപ്പിയിലെത്തി ചോദിച്ചു തുടങ്ങുന്ന 1-2 ചോദ്യങ്ങൾ. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്, ആളുകൾ പറയുന്നത്? പറഞ്ഞു, സ്നാപക യോഹന്നാൻ നല്ല കരുത്തനായൊരു പ്രവാചകനായിരിക്കണം, അല്ലെങ്കിൽ ഏലിയ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രവാചകൻ. നിശ്ചയമായി നീ ഒരു പ്രവാചകനാണ്. ഈശോയെ ഒരു പ്രവാചകനായിട്ട് തെറ്റിദ്ധരിക്കുക. വാസ്തവത്തിൽ ഈശോ ദൈവോത്രനാണ്. അതുപോലെ വല്ലാത്ത ചോദ്യമാണ് നമ്മളവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്. നിന്നെ എന്തെങ്കിലും ഒരു പ്രവാചകനായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജീവിതത്തിൽ വല്ലാതെ തോറ്റുപോയൊരു ദൈവവൈതലാണ് നീയാണ്. പേരും ചോദിച്ചു, ഞാനാരെന്ന് നിങ്ങൾ പറയുന്നത്? വിഷയം നീ ക്രിസ്തുവാണ്. ഒരു ജീവിതം മുഴുവൻ കരുപ്പിടിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലാണ്. 10 ദിവസം നീ ക്രിസ്തുവാണ്, മെസ്സയാണ്.
വരാനിരിക്കുന്ന രക്ഷകനാ നീ. അപ്പോൾ ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കാനുണ്ട്, തിരസ്കരിക്കപ്പെടാനുണ്ട്, വധിക്കപ്പെടും, എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർപ്പിക്കും. പത്രോസേ, വേണ്ട ഇത് നമുക്ക് ദൈവിക രഹസ്യങ്ങൾ തിരുത്തി ഒരു ദൈവികാനുഭവം ഇല്ല കേട്ടോ. സഹനങ്ങളെ ക്യാൻസൽ ചെയ്യുന്നവർക്ക് അഭിഷേകങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ സഹനങ്ങളെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ, വേദനകളെ ക്യാൻസൽ ചെയ്യാൻ നോക്കുക. സഹനങ്ങളെയും വേദനകളെയും ക്യാൻസൽ ചെയ്യുന്നവർക്ക് അഭിഷേകങ്ങൾ ഉണ്ടാകത്തില്ല. സഹനത്തിലൂടെയും ക്ലേശങ്ങളിലൂടെയാണ് നമ്മൾ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവസാനം ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ സംരക്ഷിക്കും. ദൈവം നൽകുന്നൊരു പ്രൊട്ടക്ഷൻ്റെ പേരാ കുരിശ്. നമ്മുടെ ചുറ്റും ദൈവം കെട്ടിവെച്ചിരിക്കുന്ന വേലിക്കെട്ടിൻ്റെ പേരാ കുരിശ്. നിന്റെ സഹനങ്ങളൊക്കെ നിന്നെ സുരക്ഷിതമാക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാനായിട്ട് ദൈവം കെട്ടിവെച്ച വേലിക്കെട്ടിൻ്റെ പേരാ വിശുദ്ധ കുരിശ്. കർത്താവേ, സഹനങ്ങളെ ഭയപ്പെടുന്ന ഞങ്ങൾക്ക് ഒരു പുതിയ കരുത്ത് നൽകുകയാണല്ലോ. സഹനങ്ങളുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകുകയാണല്ലോ കർത്താവ്. പുതിയ കാര്യത്തിന് വേണ്ടി ഒരുക്കമാണ് ഓരോ സഹനമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. വേദനിക്കുന്നവർ, സഹിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, വിഷമിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, തകർന്നവർ, തളർന്നവർ, കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവമേ, കുരിശിൽ പിടിച്ച് കുതിച്ചു ചാടുവാൻ, കുതിച്ചു കയറുവാൻ നിന്റെ മക്കൾക്ക് വരം നൽകണമേ. ഓ കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഓണ ദിവസമാണല്ലോ. ഓണത്തിൻ്റെ എല്ലാ ആശംസകളും സമൃദ്ധിയും സന്തോഷവും സ്നേഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്ക